നമസ്കാരം. നിങ്ങൾക്ക് ഈ പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നിയമത്തിന്റെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വ്യാപാരത്തിന്റെയൊക്കെ അടിസ്ഥാന ശിലകളിൽ ഒന്നിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. 1962 ഇന്ത്യൻ കസ്റ്റംസ് നിയമം. നമ്മുടെ മുന്നിൽ ഇതിലെ ചില പ്രധാന ഭാഗങ്ങളുണ്ട്. ഇത് അറിയാമല്ലോ, വളരെ വലിയൊരു നിയമമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ, ഈ സങ്കീർണമായ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ, അതിലെ ചില വാക്കുകളുടെയൊക്കെ ശരിയായ അർത്ഥങ്ങൾ, നടപടിക്രമങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് സംസാരിക്കുക എന്നതാണ്. നിങ്ങളൊരു പക്ഷേ ഇറക്കുമതി കയറ്റുമതി ബിസിനസ്സിലുള്ള ആളായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് സാധനങ്ങൾ എങ്ങനെ വരുന്നു, ഇവിടെ നിന്ന് എങ്ങനെ പോകുന്നു എന്നതിനെക്കുറിച്ച് പൊതുവായി അറിയാൻ താൽപ്പര്യമുള്ള ഒരാളാവാം. എന്തായാലും ഈ ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില സംശയങ്ങൾക്ക് വ്യക്തത വരുത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് കുറച്ചധികം സംസാരിക്കുന്നുണ്ട്. അപ്പോ ശരി, നമുക്ക് തുടങ്ങാമല്ലേ? തീർച്ചയായും. ഈ കസ്റ്റംസ് നിയമം എന്ന് പറയുന്നത് വെറുതെ ഒരു ടാക്സ് പിരിക്കാനുള്ള നിയമം മാത്രമല്ല. ഇത് നമ്മുടെ രാജ്യത്തിന്റെ വരുമാനത്തിന് തീർച്ചയായും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിനപ്പുറം നമ്മുടെ അതിർത്തി കടന്നുള്ള വ്യാപാരം നിയന്ത്രിക്കുന്നതിലും വലിയ പങ്കുണ്ട്. രാജ്യസുരക്ഷ, നമ്മുടെ സാമ്പത്തിക സ്ഥിരത, അന്താരാഷ്ട്ര കരാറുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കൽ, അങ്ങനെ പല കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. നമുക്ക് എന്തായാലും ഏറ്റവും അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. അതെ, അത് നല്ലതാണ്. കാരണം ചിലപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് നിയമത്തിൽ വളരെ വലിയ അർത്ഥങ്ങളായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നിയമത്തിലെ സെക്ഷൻ 222 നോക്കിയാൽ ചരക്കുകൾ അഥവാ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ കടയിൽ പോയി വാങ്ങുന്ന സാധനങ്ങൾ മാത്രമല്ലല്ലോ ഇതിൽ വരുന്നത്. അതെ, അതാണ് അതിലെ ഒരു രസകരമായ കാര്യം. ഗുഡ്സ് എന്ന് നിയമം പറയുമ്പോൾ അതിൽ കപ്പലുകൾ പെടും, വിമാനങ്ങൾ പെടും, വാഹനങ്ങൾ ഉൾപ്പെടും. പണം, അതായത് കറൻസി, കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന പ്രമാണങ്ങൾ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയില്ലേ, അത്. പിന്നെ കപ്പലിലോ വിമാനത്തിലോ യാത്രയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, സ്റ്റോർസ് എന്ന് പറയും. പിന്നെ നമ്മുടെ ലഗേജ്, ബാഗേജ്, ഇതെല്ലാം ഗുഡ്സാണ്. അപ്പോൾ ഈ നിയമത്തിന്റെ ഒരു വ്യാപ്തി അത് എത്ര വലുതാണെന്ന് ഈ ഒരൊറ്റ നിർവചനം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ശരിയാണ്, ഇത് കൗതുകകരം തന്നെ. അതുപോലെ വേറൊന്ന്, ഈ അടുത്ത കാലത്ത് കൂടുതൽ പ്രാധാന്യം കിട്ടിയ ഒന്നാണ് ഗുണഭോക്താവായ ഉടമ, അതായത് ബെനിഫിഷ്യൽ ഓണർ. സെക്ഷൻ 23A. ആരാണിത്? എന്താണിതിന്റെ ആവശ്യം? ആ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് വ്യാപാര ഇടപാടുകൾ കുറച്ചുകൂടി സങ്കീർണമാണ്. പല ലെയറുകൾ ഉണ്ടാവാം. അപ്പോൾ ശരിക്കും ആരാണ് ഒരു സാധനം ഇറക്കുമതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് അതിൻ്റെ യഥാർത്ഥ പ്രയോജനം കിട്ടുന്നത്? ഇത് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. കള്ളപ്പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ്, ഇതൊക്കെ തടയാൻ ഈ യഥാർത്ഥ ഉടമ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമായി വരും. അതുകൊണ്ടാണ് ഈ നിർവചനം. അതായത് സാധനങ്ങൾ ആർക്കു വേണ്ടിയാണോ കൈവശം വെക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ അതിൻ്റെ മേൽ ശരിക്കുള്ള നിയന്ത്രണം വെക്കുന്നത്, അയാളാണ് ബെനിഫിഷ്യൽ ഓണർ. ഇതുപോലെ തന്നെ കസ്റ്റംസ് ഏരിയ, സെക് 211, അതായത് എവിടെയാണ് ഈ ക്ലിയറൻസിനുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നത് എന്നുള്ള സ്ഥലം. പിന്നെ നിരോധിത ചരക്കുകൾ, പ്രൊഹിബിറ്റഡ് ഗുഡ്സ്, സെക് 233, അതായത് നിയമം കൊണ്ട് തന്നെ വിലക്കിയ സാധനങ്ങൾ. ഇതൊക്കെ മനസ്സിലാക്കുന്നത് മുന്നോട്ടു പോകുമ്പോൾ ഗുണം ചെയ്യും. ഓക്കെ, അപ്പോ ഈ നിരോധിത ചരക്കുകൾ എന്ന് പറഞ്ഞല്ലോ, അതായത് ചില സാധനങ്ങൾ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനോ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിനോ വിലക്കുണ്ട്. എന്തിനാണ് ഈ വിലക്ക്? സെക്ഷൻ 11 ഇതിനെക്കുറിച്ചാണോ പറയുന്നത്? അതെ, സെക്ഷൻ 11 സർക്കാരിന് ആ അധികാരം നൽകുന്നുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സാധനങ്ങളുടെ ഇറക്കുമതിയോ കയറ്റുമതിയോ പൂർണ്ണമായോ ഭാഗികമായോ തടയാം. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. ഏറ്റവും പ്രധാനം ചിലപ്പോൾ രാജ്യസുരക്ഷ തന്നെയാവാം. സെക് 11(2)A. ചില പ്രത്യേക വസ്തുക്കൾ, ആയുധങ്ങളാവാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും, അത് തീവ്രവാദികളുടെയോ മറ്റോ കയ്യിലെത്തുന്നത് തടയാൻ ഇത് വേണ്ടിവരും. അതുപോലെ നമ്മുടെ നാട്ടിലെ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ, പരിസ്ഥിതിക്ക് ദോഷകരമായവ തടയാൻ. സെക് 11(2)K. കള്ളക്കടത്ത് തടയാൻ. സെക് 11(2)C. അങ്ങനെ പല കാരണങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ബൗദ്ധിക സ്വത്തവകാശം സംരക്ഷിക്കാനും ഇത് ഉപയോഗിക്കാം. സെക് 11(2)N, അതായത് വ്യാജ ഉൽപ്പന്നങ്ങൾ വരുന്നത് തടയാൻ.
ഇവിടെയാണ് സർക്കാരിന്റെ ഒരു നിയന്ത്രണാധികാരം വരുന്നത്. പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ളതോ ആയ സാധനങ്ങൾ കണ്ടുപിടിക്കാനും പിടിച്ചെടുക്കാനും വല്ല പ്രത്യേക സംവിധാനങ്ങളും ഈ നിയമത്തിൽ പറയുന്നുണ്ടോ? ഈ ചാപ്റ്റർ IV-A, IV-B എന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ചാണോ? അതെ അതെ. ചാപ്റ്റർ IV-A പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് നിയമവിരുദ്ധമായി ഇറക്കുമതി ചെയ്ത് നമ്മുടെ രാജ്യത്തിനകത്ത് വിൽക്കാൻ സാധ്യതയുള്ള ചില പ്രത്യേക തരം സാധനങ്ങളെയാണ്. സർക്കാർ ചില സാധനങ്ങളെ നോട്ടിഫൈഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ് വിജ്ഞാപനം ചെയ്യും. സെക് 11B. ഇങ്ങനെയുള്ള സാധനങ്ങൾ ആരെങ്കിലും കൈവശം വയ്ക്കുന്നുണ്ടെങ്കിൽ അവർ അക്കാര്യം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ അറിയിക്കണം. സെക് 11C. കൃത്യമായി കണക്ക് സൂക്ഷിക്കണം. സെക് 11E. ഇത് കൈമാറ്റം ചെയ്യുമ്പോൾ വൗച്ചറുകൾ കൊടുക്കണം. സെക് 11F. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം രാജ്യത്തിനകത്ത് കറങ്ങുന്ന കള്ളക്കടത്ത് സാധനങ്ങൾ കണ്ടെത്തുക എന്നതാണ്. ഓക്കെ, അപ്പോ ചാപ്റ്റർ 4 IV-O അത് നിയമവിരുദ്ധമായി പുറത്തേക്ക് പോകുന്നത് തടയാനാണോ? അതെ, അതിനും ഏകദേശം സമാനമായൊരു ലക്ഷ്യമാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു പ്രത്യേക ഏരിയയിൽ, ഒരു സ്പെസിഫൈഡ് ഏരിയയിൽ സൂക്ഷിച്ചിട്ടുള്ള സാധനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിയമവിരുദ്ധമായി കയറ്റുമതി ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന സാധനങ്ങൾ. സ്പെസിഫൈഡ് ഗുഡ്സ് സെക്ഷൻ 11I. ഇവ കൈവശം വയ്ക്കുന്നവരും സ്ഥലം അറിയിക്കണം. സെക്ഷൻ 11J. കണക്ക് സൂക്ഷിക്കണം. സെക്ഷൻ 11L. ഇത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ട്രാൻസ്പോർട്ട് വോച്ചർ കയ്യിൽ കരുതണം. സെക്ഷൻ 11K. രണ്ടിൻ്റെയും പ്രധാന ഉദ്ദേശം കള്ളക്കടത്ത് തടയുക എന്നത് തന്നെ. പക്ഷേ ഒരാൾ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളാണെങ്കിൽ അതിന് സാധാരണയായി ഈ കർശന വ്യവസ്ഥകളിൽ ചില ഇളവുകളൊക്കെ ഉണ്ടാവാറുണ്ട്. സെക്ഷൻ 11J. ശരി ശരി. അപ്പോ നിയമപരമായി വരുന്ന സാധനങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. അവിടെയാണല്ലോ ഈ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന കാര്യം വരുന്നത്. സെക്ഷൻ 12 പറയുന്നത് ഇറക്കുമതി ചെയ്യുന്ന മിക്കവാറും എല്ലാ സാധനങ്ങൾക്കും ഡ്യൂട്ടി കൊടുക്കണമെന്നാണ്. അതിൽ രസകരമായ ഒരു കാര്യം, സർക്കാർ തന്നെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കും ഈ ഡ്യൂട്ടി ബാധകമാണ് എന്നുള്ളതാണ്. സെക്ഷൻ 12(2). അത് പലർക്കും പുതിയ അറിവായിരിക്കും. അതെ, കസ്റ്റംസ് ഡ്യൂട്ടി സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ്. അതിൽ വിട്ടുവീഴ്ചയില്ല. ഇതിനിടയിൽ സെക്ഷൻ 13 ഒരു ചെറിയ പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം പറയുന്നുണ്ട്. ഇറക്കുമതി ചെയ്ത സാധനം കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടുന്നതിന് മുൻപ് മോഷണം പോയാൽ, അതായത് പിൽഫറേജ് സംഭവിച്ചാൽ ഡ്യൂട്ടി അടയ്ക്കേണ്ടതില്ല എന്ന്. അതായത് കപ്പലിൽ നിന്നോ മറ്റോ സാധനം ഇറക്കി വെച്ചു, പക്ഷേ അത് കസ്റ്റംസിൽ നിന്ന് ക്ലിയർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഓർഡർ കിട്ടുന്നതിന് മുൻപ് അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ആരെങ്കിലും അടിച്ചുമാറ്റിയാൽ ഡ്യൂട്ടി കൊടുക്കേണ്ട. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ മോഷ്ടിക്കപ്പെട്ട സാധനം പിന്നെ എപ്പോഴെങ്കിലും തിരികെ കിട്ടിയാൽ അപ്പോൾ ഡ്യൂട്ടി അടയ്ക്കണം. ഇതെന്താ ഇങ്ങനെ? അതു പ്രത്യേക സാഹചര്യമാണ്. യുക്തി ഇതാണ്: ആ സാധനം ശരിക്കും ഇറക്കുമതിക്കാരന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലോ ഉപയോഗത്തിലോ എത്തുന്നതിന് മുൻപാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ആ ഇളവ്. പക്ഷെ അത് തിരികെ കിട്ടുമ്പോൾ അത് വീണ്ടും ഇറക്കുമതിയുടെ ഭാഗമായി കണക്കാക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായും ഡ്യൂട്ടി ബാധകമാകും. ഇനി ഈ ഡ്യൂട്ടി എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നതിലേക്ക് വരാം. അവിടെയാണ് സെക്ഷൻ 14 പ്രകാരമുള്ള മൂല്യനിർണ്ണയം, അതായത് വാല്യുവേഷൻ വരുന്നത്. സാധാരണഗതിയിൽ ഇന്ത്യയിലേക്കൊരു സാധനം വിൽക്കുമ്പോൾ അതിന് ശരിക്കും കൊടുത്ത വില, അല്ലെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില, അതാണ് ഇടപാട് മൂല്യം അഥവാ ട്രാൻസാക്ഷൻ വാല്യൂ. ഇതാണ് ഡ്യൂട്ടി കണക്കാക്കാൻ സാധാരണയായി എടുക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ വാങ്ങുന്നയാളും വിൽക്കുന്നയാളും തമ്മിൽ എന്തെങ്കിലും പ്രത്യേക ബന്ധമുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവർ പറയുന്ന വില ശരിയായ വിലയല്ലെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കൊരു സംശയം തോന്നിയാലോ, അപ്പോഴും ഈ ഇടപാട് മൂല്യം വെച്ച് ഡ്യൂട്ടി കണക്കാക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ആ ഇടപാട് മൂല്യം യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് തോന്നിയാൽ, പിന്നെ ആ വിലയെ അടിസ്ഥാനമാക്കി ഡ്യൂട്ടി കണക്കാക്കാൻ കഴിയില്ല. അത്തരം സന്ദർഭങ്ങളിൽ മൂല്യം നിർണ്ണയിക്കാൻ പ്രത്യേക നിയമങ്ങളുണ്ട്. കസ്റ്റംസ് വാല്യുവേഷൻ റൂൾസ് എന്ന് പറയും. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുള്ള ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതനുസരിച്ചുള്ള മറ്റ് രീതികൾ ഉപയോഗിച്ചായിരിക്കും പിന്നീട് മൂല്യം കണക്കാക്കുക. ഇത് പ്രധാനമായും നികുതി വെട്ടിപ്പ് തടയാനും എല്ലാ ഇടപാടുകളിലും ഒരു ന്യായമായ വിലയിരുത്തൽ ഉറപ്പാക്കാനും വേണ്ടിയാണ്. ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഇറക്കുമതി ചെയ്യുന്നവരും കയറ്റുമതി ചെയ്യുന്നവരും സ്വയം തന്നെ ഡ്യൂട്ടി കണക്കാക്കി അടയ്ക്കുന്ന ഒരു രീതി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ. സെൽഫ് അസസ്മെന്റ് സെക്ഷൻ 17 എന്ന് പറയും. ഇത് കുറച്ചുകൂടി കാര്യങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കുന്നുണ്ടാവുമല്ലേ? അതെ, തീർച്ചയായും. സെക്ഷൻ 17 അതാണ് പറയുന്നത്. ഇറക്കുമതിക്കാരനോ കയറ്റുമതിക്കാരനോ തന്നെ
അവരുടെ സാധനങ്ങളുടെ തരംതിരിവും മൂല്യവുമനുസരിച്ച് അടയ്ക്കേണ്ട ഡ്യൂട്ടി സ്വയം കണക്കാക്കി അടയ്ക്കാം. ഇത് തീർച്ചയായും പ്രോസസ്സ് വേഗത്തിലാക്കുന്നുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് കരുതരുത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഈ സെൽഫ് അസസ്മെന്റ് ശരിയാണോ എന്ന് പരിശോധിക്കാൻ അധികാരമുണ്ട്. വെരിഫിക്കേഷൻ ആവശ്യമെങ്കിൽ അവർക്കത് വീണ്ടും വിലയിരുത്താം. റീ അസസ്മെന്റ് ഇനി കൂടുതൽ ഡ്യൂട്ടി അടയ്ക്കാൻ ആവശ്യപ്പെടാം. അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ അടച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ നൽകാനും നടപടിയെടുക്കാം. പക്ഷെ ഒരു സംശയം, എല്ലാവരും ഇങ്ങനെ സ്വയം ശരിയായി കണക്കാക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇതിലെന്തെങ്കിലും വെട്ടിപ്പ് നടക്കില്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ രേഖകളും കയ്യിലില്ലെങ്കിൽ എങ്ങനെ ശരിയായി കണക്കാക്കും? അത് പ്രസക്തമായ ചോദ്യമാണ്. അങ്ങനെയുള്ള സാധ്യതകൾ തീർച്ചയായുമുണ്ട്. അതുകൊണ്ടാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഈ പരിശോധന നടത്താനും ആവശ്യമെങ്കിൽ റീഅസസ് ചെയ്യാനും അധികാരം നൽകിയിരിക്കുന്നത്. ഇനി ചില സാഹചര്യങ്ങളിൽ ഒരു സാധനത്തിന്റെ ശരിയായ മൂല്യം നിർണ്ണയിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ശരിയായ തരംതിരിവെന്താണെന്ന് ഉറപ്പിക്കാനോ ആവശ്യമായ എല്ലാ വിവരങ്ങളും അപ്പോൾ ലഭ്യമായിരിക്കില്ല. അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ടെസ്റ്റുകളോ മറ്റോ നടത്തേണ്ടിവരും. അങ്ങനെയുള്ള കേസുകളിൽ സെക്ഷൻ 18 അനുസരിച്ച് ഒരു താൽക്കാലിക വിലയിരുത്തൽ പ്രൊവിഷണൽ അസസ്മെന്റ് നടത്താൻ വ്യവസ്ഥയുണ്ട്. ഇറക്കുമതിക്കാരൻ ഒരു നിശ്ചിത തുക സെക്യൂരിറ്റിയായി കെട്ടിവെച്ചാൽ സാധനങ്ങൾ താൽക്കാലികമായി ക്ലിയർ ചെയ്തു കൊണ്ടുപോകാം. പിന്നീട് എല്ലാ പരിശോധനകളും കഴിഞ്ഞ് അന്തിമമായി ഡ്യൂട്ടി കണക്കാക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ആ തുക അടയ്ക്കുകയോ അല്ലെങ്കിൽ തിരികെ വാങ്ങുകയോ ചെയ്യാം. ഓക്കെ. ഇനി ഈ സാധനങ്ങൾ രാജ്യത്തിനകത്തേക്ക് കൊണ്ടുവരുമ്പോഴും ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും പ്രധാനമായി സമർപ്പിക്കേണ്ട ചില പേപ്പറുകളുണ്ടല്ലോ. ഇറക്കുമതി ചെയ്യുമ്പോൾ ബിൽ ഓഫ് എൻട്രി, സെക് 46, അതായത് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നതിന്റെ വിശദവിവരങ്ങൾ. കയറ്റുമതിക്കാണെങ്കിൽ ഷിപ്പിംഗ് ബിൽ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ട്, സെക് 50. ഇവയുടെ പ്രാധാന്യം എന്താണ്? അതെ, ഈ രേഖകളാണ് സത്യത്തിൽ കസ്റ്റംസ് ക്ലിയറൻസിന്റെ ഒക്കെ ആധാരം. ഇതിൽ കൊടുക്കുന്ന വിവരങ്ങളനുസരിച്ചാണ് ഡ്യൂട്ടി കണക്കാക്കുന്നത്, മറ്റു നിയമപരമായ കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും നിരോധനമുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നത്. അതുകൊണ്ടിത് വളരെ പ്രധാനപ്പെട്ട രേഖകളാണ്. ഈ സാധനങ്ങൾ കസ്റ്റംസ് ഏരിയയിൽ, അതായത് പോർട്ടിലോ എയർപോർട്ടിലോ എത്തിക്കഴിഞ്ഞാൽ അത് ക്ലിയറൻസ് കിട്ടുന്നതുവരെ ആരുടെയെങ്കിലും ഒരു മേൽനോട്ടത്തിൽ ഉത്തരവാദിത്തത്തിലായിരിക്കുമല്ലോ. തീർച്ചയായും. സെക്ഷൻ 45 അതാണ് പറയുന്നത്. കസ്റ്റംസ് കമ്മീഷണർ അംഗീകാരം നൽകിയിട്ടുള്ള ഒരാളുടെ, അവരെ കസ്റ്റോഡിയൻ എന്നാണ് പറയുക, അവരുടെ മേൽനോട്ടത്തിലായിരിക്കണം ഈ സാധനങ്ങൾ സൂക്ഷിക്കേണ്ടത്. ഇത് ചിലപ്പോൾ ആ പോർട്ട് നടത്തുന്ന അതോറിറ്റി ആവാം, അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ആവാം, അതുമല്ലെങ്കിൽ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള വെയർഹൌസ് നടത്തുന്ന ആളാവാം. ഈ സാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതും ഈ കസ്റ്റോഡിയന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോ ഒരു ചോദ്യം, ഈ കസ്റ്റോഡിയന്റെ മേൽനോട്ടത്തിൽ ഇരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സാധനങ്ങൾ മോഷണം പോയാൽ, അതായത് പിൽഫറേജ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ സെക്ഷൻ 13 പറഞ്ഞല്ലോ, ഇറക്കുമതിക്കാരന് ഡ്യൂട്ടി അടയ്ക്കേണ്ട എന്ന്. ആ ഒരിളവ് ഈ കസ്റ്റോഡിയനും കിട്ടുമോ? ഇല്ല. അവിടെയാണ് വ്യത്യാസം. സെക്ഷൻ 45(3) വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കസ്റ്റോഡിയന്റെ കസ്റ്റഡിയിലിരിക്കുന്ന സമയത്താണ് സാധനങ്ങൾ നഷ്ടപ്പെടുന്നതെങ്കിൽ അതിന്റെ ഡ്യൂട്ടി അടയ്ക്കാനുള്ള ഉത്തരവാദിത്വം ആ കസ്റ്റോഡിയനായിരിക്കും. ഇത് അവരെക്കൊണ്ട് സാധനങ്ങൾ കൂടുതൽ സുരക്ഷിതമായി കൈകാര്യം ചെയ്യിക്കാനുള്ളൊരു മാർഗം കൂടിയാണ്. ഓ, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ. ശരി, ഇനി ഈ സാധനങ്ങൾ ക്ലിയർ ചെയ്യുന്നതിനും ഒരു നടപടിക്രമം കാണുമല്ലോ. നമ്മൾ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ, സെക്ഷൻ 47, അതെങ്ങനെയാണ്? അതെ, ഇറക്കുമതിക്കാരൻ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യണം, സ്വയം കണക്കാക്കിയ ഡ്യൂട്ടി അടയ്ക്കണം, അല്ലെങ്കിൽ പ്രൊവിഷണൽ ഡ്യൂട്ടി. കസ്റ്റംസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ, പ്രോപ്പർ ഓഫീസർ, ഈ രേഖകളും ആവശ്യമെങ്കിൽ സാധനങ്ങളും പരിശോധിച്ച് എല്ലാം ശരിയാണെന്ന് കണ്ടാൽ സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി നൽകും. ഇതിനെ ഔട്ട് ഓഫ് ചാർജ് ഓർഡർ എന്ന് പറയും. ഇത് കിട്ടിയാൽ മാത്രമേ സാധനങ്ങൾ കസ്റ്റംസ് ഏരിയയിൽ നിന്നു പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ചില സാഹചര്യങ്ങളിൽ ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ അപ്പോൾ തന്നെ വിപണിയിലെത്തിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു വലിയ തുക ഡ്യൂട്ടിയായി അടയ്ക്കാൻ അപ്പോൾ പണം കയ്യിലുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു സൗകര്യം ഈ നിയമത്തിലുണ്ടോ? ഉണ്ട്, തീർച്ചയായും. അതിനാണ് വെയർഹൌസിംഗ് എന്ന സംവിധാനം. ചാപ്റ്റർ Xല് അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതായത് ലൈസൻസ് കിട്ടിയിട്ടുള്ള പബ്ലിക് വെയർഹൌസുകളിലോ സെക്സ് 57, അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിനുള്ള പ്രൈവറ്റ് വെയർഹൌസുകളിലോ സെക്സ് 58 ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ ഡ്യൂട്ടി അടയ്ക്കാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഇതിനായി ഇറക്കുമതിക്കാരൻ ഒരു ബോണ്ട്, അതായത് ഒരു ഉറപ്പ്, കസ്റ്റംസിന് നൽകണം, സെക്സ് 59.
ഡ്യൂട്ടി പിന്നീട് അടച്ചുകൊള്ളാമെന്നുള്ള ഒരു ഉറപ്പാണത്. സാധാരണയായി 1 വർഷം വരെ സെക് 61 ഇങ്ങനെ സാധനങ്ങൾ ഡ്യൂട്ടി അടയ്ക്കാതെ വെയർഹൌസിൽ സൂക്ഷിക്കാൻ അനുവാദമുണ്ട്. ചില പ്രത്യേകതരം സാധനങ്ങൾക്ക് ഈ കാലാവധിയിൽ മാറ്റങ്ങൾ വരാം. പിന്നീട് എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്യൂട്ടി അടച്ച് സാധനങ്ങൾ നമ്മുടെ നാട്ടിലെ ഉപയോഗത്തിനായി ക്ലിയർ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ആ വെയർഹൌസിൽ നിന്ന് നേരിട്ട് വേറെ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാനും സാധിക്കും. സെക് 69 അതിനും ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരില്ല. ഇത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണത്തിന്റെ ലഭ്യത അനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വലിയൊരു സഹായമാണ്. ഓക്കേ, ഇത് വളരെ ഉപകാരപ്രദമായ ഒരു സംവിധാനം തന്നെ. ഇനി നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു കാര്യത്തിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ സംസാരത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം അഡ്വാൻസ് റൂളിംഗ്. ചാപ്റ്റർ VB. എന്താണ് ഈ സംവിധാനം? എന്തിനാണിത് കൊണ്ടുവന്നിട്ടുള്ളത്? അഡ്വാൻസ് റൂളിംഗ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഇടപാട്, അതായത് ഒരു ഇറക്കുമതിയോ കയറ്റുമതിയോ നടത്തുന്നതിന് മുൻപ് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട നിയമപരമായ കാര്യങ്ങളിൽ കസ്റ്റംസ് അതോറിറ്റിയിൽ നിന്ന് ഒരു തീരുമാനം അഥവാ റൂളിംഗ് മുൻകൂട്ടി നേടാനുള്ള ഒരു സംവിധാനമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഒരുപാട് സങ്കീർണതകളും അനിശ്ചിതത്വങ്ങളും ഉണ്ടാവാം. അതൊക്കെ കഴിയുന്നത്ര കുറയ്ക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു പുതിയ തരം സാധനം ഇറക്കുമതി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. പക്ഷേ അതിന്റെ ശരിയായ കസ്റ്റംസ് ക്ലാസിഫിക്കേഷൻ എന്താണെന്നോ അതിന് എത്ര ഡ്യൂട്ടി വരുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നികുതി ഇളവിന് അർഹതയുണ്ടോ എന്നോ നിങ്ങൾക്കൊരു ഉറപ്പില്ല. ഈ ഒരു ഉറപ്പില്ലായ്മ കാരണം ചിലപ്പോൾ നിങ്ങൾ ആ ബിസിനസ് തന്നെ വേണ്ടെന്ന് വെച്ചേക്കാം, അല്ലെങ്കിൽ തുടങ്ങിയതിന് ശേഷം വലിയ നഷ്ടം സംഭവിച്ചേക്കാം. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഈ അഡ്വാൻസ് റൂളിംഗ് സംവിധാനം സഹായിക്കും. ശരി. അപ്പോ ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇങ്ങനെ മുൻകൂട്ടി ഒരു തീരുമാനം തേടാൻ കഴിയുക? സെക്ഷൻ 28H ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, സെക്ഷൻ 28H പ്രധാനമായും 5 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 1. നിങ്ങൾ ഇറക്കുമതി ചെയ്യാനോ കയറ്റുമതി ചെയ്യാനോ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ ശരിയായ തരംതിരിവ് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ്. കാരണം തരംതിരിവ് അനുസരിച്ചാണ് ഡ്യൂട്ടി നിരക്ക് മാറുന്നത്. 2. കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവ് നൽകിക്കൊണ്ട് സർക്കാർ ഇറക്കുന്ന വിജ്ഞാപനങ്ങൾ, നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് അണ്ടർ സെക്ഷൻ 25(1), അത് നിങ്ങളുടെ സാധനങ്ങൾക്ക് ബാധകമാണോ അല്ലയോ എന്നുള്ള കാര്യം. 3. സാധനങ്ങളുടെ മൂല്യനിർണ്ണയം, വാല്യുവേഷൻ, നടത്തേണ്ട തത്വങ്ങൾ, അതായത് സെക്ഷൻ 14 അനുസരിച്ചുള്ള തത്വങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കേസിൽ ബാധകമാവുക എന്നുള്ളത്. 4. ഇതുപോലെ നികുതി ബാധ്യതയെ സ്വാധീനിക്കുന്ന സർക്കാർ പുറപ്പെടുവിച്ച മറ്റു വിജ്ഞാപനങ്ങൾ നിങ്ങളുടെ കേസിൽ ബാധകമാണോ എന്നത്. 5. നിങ്ങളുടെ സാധനത്തിന്റെ ഉറവിടം, ഒറിജിൻ ഓഫ് ഗുഡ്സ്, ഏത് രാജ്യമാണെന്ന് നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ചില രാജ്യങ്ങളുമായി നമുക്ക് വ്യാപാര കരാറുകൾ ഉണ്ടാവും. അപ്പോൾ ആ രാജ്യത്തു നിന്നാണ് ഈ സാധനം വരുന്നതെങ്കിൽ ഡ്യൂട്ടി കുറവുണ്ടാവും. അപ്പോൾ ആ ഉറവിടം എങ്ങനെ നിർണ്ണയിക്കണമെന്നതിലും റൂളിംഗ് തേടാം. ഇത് ശരിക്കും പറഞ്ഞാൽ വ്യാപാരികൾക്ക് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ ആരാണ് ഈ അഡ്വാൻസ് റൂളിങ്ങിന് വേണ്ടി അപേക്ഷിക്കേണ്ടത്? ഇന്ത്യയിലുള്ളവർക്ക് മാത്രമാണോ ഇത് പറ്റുക? അല്ല, സെക്ഷൻ 28EC അനുസരിച്ച് ഇന്ത്യയിൽ സാധുവായ ഒരു ഇറക്കുമതി കയറ്റുമതി കോഡ് IEC നമ്പറുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാം. അതുകൂടാതെ ഇന്ത്യയിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദേശ കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അപേക്ഷിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഇന്ത്യയിലൊരു പബ്ലിക് സെക്ടർ കമ്പനിയുമായി ചേർന്ന് ഒരു ജോയിന്റ് വെഞ്ചർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാപനത്തിനും അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഇതിന് അപേക്ഷിക്കാൻ മതിയായ കാരണം ബോധിപ്പിക്കാൻ കഴിയുന്ന മറ്റേതൊരു വ്യക്തിക്കും ഇതിനായി അപേക്ഷ നൽകാമെന്നാണ് നിയമം പറയുന്നത്. അപ്പോ ഇതിന്റെ പ്രധാന ലക്ഷ്യം ഒന്നുകൂടി പറഞ്ഞാൽ വ്യാപാരം തുടങ്ങുന്നതിനു മുമ്പുള്ള ഒരു അനിശ്ചിതത്വം ഒഴിവാക്കുക, ഒരു ക്ലാരിറ്റി കൊടുക്കുക. അതുതന്നെയാണല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയാണ്. സെക്ഷൻ 28EBയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. അപേക്ഷകന് അയാൾ ചെയ്യാൻ പോകുന്ന ആ പ്രത്യേക ഇടപാടിന്റെ മുകളിലുള്ള നികുതി ബാധ്യതയെക്കുറിച്ച് മുൻകൂട്ടി വ്യക്തവും അതേസമയം ഉറപ്പുള്ളതുമായ രേഖാമൂലമുള്ളൊരു തീരുമാനം, റിട്ടൺ റൂളിംഗ് നൽകുക. ഇതവർക്ക് ബിസിനസ് സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. അതുപോലെ സാമ്പത്തികമായ നഷ്ടസാധ്യതകൾ കുറയ്ക്കാനും ഇതുപകരിക്കും. ഇത് കേൾക്കുമ്പോൾ വളരെ നല്ലൊരു സംവിധാനമായി തോന്നുന്നു. പക്ഷെ പ്രായോഗികമായി ഇതിന് സാധാരണ എത്ര സമയമെടുക്കും ഈ റൂളിംഗ് കിട്ടാൻ? പിന്നെ ചെറുകിട ഇടത്തരം വ്യാപാരികൾക്കൊക്കെ ഈ സംവിധാനം എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? സമയമൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നിയമത്തിൽ പറയുന്നത് സെക്ഷൻ 28I
അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ റൂളിംഗ് നൽകണം എന്നാണ്. പ്രായോഗികമായി ചിലപ്പോൾ കുറച്ചുകൂടി സമയമെടുത്തേക്കാം. എങ്കിലും താരതമ്യേന വേഗത്തിൽ തീർപ്പാക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇതിന്റെ ഉദ്ദേശം തന്നെ മുൻകൂട്ടി അറിയുക എന്നതാണല്ലോ. ഇനി ചെറുകിട വ്യാപാരികളുടെ കാര്യം പറഞ്ഞാൽ ഇതിനൊരു അപേക്ഷാ ഫീസുണ്ട്. പിന്നെ ഈ നടപടിക്രമങ്ങൾ ചിലപ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. ഒരു വിദഗ്ധന്റെ സഹായം വേണ്ടി വന്നേക്കാം. പക്ഷേ വലിയൊരു തുക ഉൾപ്പെടുന്ന ഇടപാടാണെങ്കിൽ, അല്ലെങ്കിൽ നിയമത്തിൽ വ്യക്തത കുറവുള്ള ഒരു പുതിയ ഉൽപ്പന്നമാണെങ്കിൽ, മുൻകൂട്ടി ഈ റൂളിംഗ് നേടുന്നത് പിന്നീട് വരാവുന്ന വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അവരെയും സഹായിക്കും. ഇതിനായി ഒരു പ്രത്യേക അതോറിറ്റി തന്നെയുണ്ട്, അതോറിറ്റി ഫോർ അഡ്വാൻസ്ഡ് റൂളിംഗ്സ്. അവർ അപേക്ഷകനെയും ബന്ധപ്പെട്ട കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിനെയും കേട്ട ശേഷമാണ് ഒരു തീരുമാനമെടുക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആ വിഷയം അത് നിലവിൽ ഏതെങ്കിലും കോടതിയുടെയോ അല്ലെങ്കിൽ അപ്പീൽ ട്രിബ്യൂണലിന്റെയോ മുന്നിൽ പരിഗണനയിലാണെങ്കിൽ പിന്നെ അഡ്വാൻസ് റൂളിംഗിന് അപേക്ഷിക്കാൻ പറ്റില്ല. ഓക്കെ, ഈ അതോറിറ്റി ഒരു തീരുമാനമെടുത്തു എന്ന് വെക്കുക. ആ തീരുമാനം പിന്നെ അന്തിമമാണോ? അതോ പിന്നീട് ഫീൽഡിലുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ ഇത് മാറ്റാൻ പറ്റുമോ? സാധാരണഗതിയിൽ സെക്ഷൻ 28J അനുസരിച്ച് ഈ അതോറിറ്റി നൽകുന്ന അഡ്വാൻസ്ഡ് റൂളിംഗ് ആർക്കാണോ അപേക്ഷിച്ചത് അയാൾക്കും അയാളുടെ ആ ഇടപാടുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ ബാധകമാണ്. അതായത് ആ റൂളിംഗ് കിട്ടിയ വിഷയത്തിൽ പിന്നീടൊരു തർക്കത്തിന് സാധ്യത വളരെ കുറവാണ്. അതൊരു ഉറപ്പാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ റൂളിംഗ് അസാധുവാകാം. സെക് 28K. ഉദാഹരണത്തിന്, ഈ റൂളിംഗിന് അടിസ്ഥാനമായ നിയമത്തിൽ പിന്നീടെന്തെങ്കിലും മാറ്റം വന്നാൽ, അല്ലെങ്കിൽ അപേക്ഷകൻ തെറ്റായ വിവരങ്ങൾ നൽകിയാണ് ഈ റൂളിംഗ് നേടിയതെന്ന് പിന്നീട് തെളിഞ്ഞാൽ, അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇത് അസാധുവാകാം. പിന്നെ ഈ അതോറിറ്റിയുടെ തീരുമാനത്തിൽ തൃപ്തരല്ലെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. സെക് 28KA. ചില നിർവചനങ്ങൾ മുതൽ ചില സാധനങ്ങൾ എന്തിനാണ് നിരോധിക്കുന്നത്, നിയമവിരുദ്ധ വ്യാപാരം എങ്ങനെ തടയാൻ ശ്രമിക്കുന്നു, ഡ്യൂട്ടി എങ്ങനെയാണ് കണക്കാക്കുന്നത്, അതിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, സാധനങ്ങൾ എങ്ങനെ ക്ലിയർ ചെയ്തെടുക്കാം, ഡ്യൂട്ടി അടയ്ക്കാൻ സാവകാശം കിട്ടാനുള്ള വെയർഹൌസിംഗ് സൗകര്യം, പിന്നെ ഏറ്റവും പ്രധാനമായി വ്യാപാരത്തിലെ അനിശ്ചിതത്വം കുറയ്ക്കാൻ സഹായിക്കുന്ന അഡ്വാൻസ്ഡ് റൂളിംഗ് സംവിധാനം വരെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കൂടി എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? വാട്ട് ഡസ് ദിസ് ഓൾ മീൻ? കസ്റ്റംസ് നിയമം ഒറ്റനോട്ടത്തിൽ ചിലപ്പോൾ വളരെ സങ്കീർണമായി തോന്നാം. ഒരുപാട് വകുപ്പുകളും ചട്ടങ്ങളുമൊക്കെയുണ്ട്. പക്ഷേ ഇതിന് പിന്നിൽ വളരെ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. 1. രാജ്യത്തിനാവശ്യമായ വരുമാനം കണ്ടെത്തുക. 2. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയും മറ്റ് താൽപ്പര്യങ്ങളും സംരക്ഷിക്കുക. അത് സാമ്പത്തികമാവാം, പാരിസ്ഥിതികമാവാം, ആരോഗ്യപരമാവാം. 3. നിയമപരമായി നടക്കുന്ന അന്താരാഷ്ട്ര വ്യാപാരം കഴിയുന്നത്ര സുഗമമാക്കുക. ഈ 3 ലക്ഷ്യങ്ങളും ഒരുമിച്ച് ഒരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാനാണ് ഈ നിയമം അതിലെ ഓരോ വ്യവസ്ഥകളുടെയും ശ്രമിക്കുന്നത്. നമ്മളൊന്ന് ചർച്ച ചെയ്ത അഡ്വാൻസ് റൂളിംഗ് പോലുള്ള സംവിധാനങ്ങൾ ഈ 3ാമത്തെ ലക്ഷ്യം, അതായത് വ്യാപാരം സുഗമമാക്കുക എന്നതിനെയാണ് കൂടുതൽ സഹായിക്കുന്നത്. ഇനി നിങ്ങൾ നമ്മുടെ ശ്രോതാക്കൾ ചിന്തിക്കാൻ ഒരു ചോദ്യം. നമ്മൾ ഈ സംസാരിച്ച നിയമം 1962 ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഇതിലെ പല കാര്യങ്ങളും ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ്. ഉദാഹരണത്തിന് കപ്പലുകളും വിമാനങ്ങളും വരുന്നതിനെക്കുറിച്ചുള്ള വിവരം, അറൈവൽ മാനിഫെസ്റ്റ്, അത് ഇലക്ട്രോണിക് ആയിട്ടാണ് ഫയൽ ചെയ്യേണ്ടത്, സെക്ഷൻ 30. കയറ്റുമതിക്കുള്ള ഷിപ്പിംഗ് ബിൽ ഫയൽ ചെയ്യുന്നത് കസ്റ്റംസിന്റെ ഓട്ടോമേറ്റഡ് സിസ്റ്റം വഴിയാണ്, സെക്ഷൻ 50. വെയർഹൌസിൽ നിന്ന് സാധനങ്ങൾ പുറത്തെടുക്കാനുള്ള ഓർഡർ പോലും ഇപ്പോൾ ഇലക്ട്രോണിക്കായി നൽകാം, സെക്ഷൻ 60. ഡ്യൂട്ടി അടയ്ക്കാൻ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, സെക്ഷൻ 51A പോലുള്ള പുതിയ സംവിധാനങ്ങൾ വന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, സാങ്കേതിക വിദ്യയുടെ ഈ വലിയ മുന്നേറ്റം 60 വർഷങ്ങൾക്ക് മുൻപുണ്ടാക്കിയ ഈ അടിസ്ഥാന നിയമത്തിന്റെ നടത്തിപ്പിനെയും അതിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഇനിയും ഒരു 10-20 വർഷം കഴിയുമ്പോൾ കസ്റ്റംസ് നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? പൂർണ്ണമായും കടലാസില്ലാത്ത, മനുഷ്യരുടെ ഇടപെടൽ വളരെ കുറഞ്ഞ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനത്തിലേക്ക് നമ്മൾ എത്തുമോ? അതോ ഈ നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എപ്പോഴും പ്രസക്തി ഉണ്ടാവുമോ? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തായാലും ഈ വിഷയത്തിലേക്ക് ഇത്രയും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ ഞങ്ങളോടൊപ്പം കൂടിയ നിങ്ങൾക്ക് എന്റെ നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.